ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ഈ തവണയെങ്കിലും ഗോപാലകൃഷ്ണൻജി എന്തെങ്കിലുമൊക്കെ വിവരമുള്ള വർത്തമാനം പറയും ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റിപ്പോയി. ഈ പുള്ളി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിന് പാറാവ് നിൽക്കാൻ വേണ്ടി ആളെ തേടുന്ന പരിപാടിയാണോ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ? ഒരു നിയമസഭാ മണ്ഡലം ആവുന്ന സമയത്ത് അവിടെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയൊക്കെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ നടത്തിപ്പ് വിശ്വാസികളൊക്കെ അങ്ങോട്ട് നോക്കിക്കോളും. MLAക്ക് ചെയ്യാനായിട്ട് 100,000 പണികൾ വേറെ ഉണ്ട്. ആ ഒരു പണികളെക്കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യക്കാരനായിട്ട് അങ്ങോട്ട് മാറിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് തേടുക എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പൗരബോധമുള്ള ഒരുത്തൻ്റെ ഒരു ലക്ഷണമാണോ? കൃത്യമായിട്ട് വെളിവാക്കുകയാണ് ഇയാളെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ല. ഇയാൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഗുരുവായൂർ അപ്പനെ സംരക്ഷിച്ചോളാം, അവിടെ അമ്പലക്കൊള്ളക്കാരിൽ നിന്നിട്ട് ഇയാൾ അങ്ങോട്ട് രക്ഷിച്ചോളാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ? തനിക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തു ക്വാളിഫിക്കേഷനാണ് ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ടുള്ളത്? ഹിന്ദു ആയതുകൊണ്ട് അമ്പലക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയമാരുടെ പേര് മൊത്തം എടുത്ത് വായിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഞാൻ വരാം. ബാക്കി ചങ്ങായി പറഞ്ഞ എന്താണെന്നുള്ളത് കേൾക്കട്ടെ. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ നടയിലേക്കുള്ള എൻ്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. പണ്ടുകാലം മുതൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സർവശക്തൻ ദൈവമാണ്, നമ്മളെല്ലാവരെയും കാക്കുന്ന ആൾ ദൈവമാണ്. എന്നാൽ ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാക്കാൻ അദ്ദേഹത്തിന് പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമ്മളൊക്കെ ഏറ്റവും ബലഹീനൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് എന്താണ്? സ്വന്തം ഉടയാടയെങ്കിലും സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പവറിലടാ നിനക്ക് എന്നൊക്കെ ചോദിക്കും. അതുപോലും പലപ്പോഴും പല ദൈവങ്ങൾക്കും പറ്റുന്നില്ല. ആ ഒരു ദൈവങ്ങളുടെയൊക്കെ സ്വന്തം അട്ടത്തിരിക്കുന്ന സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്കെതിരെ ഈ കേവല മനുഷ്യന്മാർ ഇലക്ഷൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വിരോധാഭാസത്തിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നാലും ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു MLA ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇലക്ഷൻ പ്രക്രിയയൊക്കെ നടക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്നതൊക്കെ ഈ ഒരു കാരണമൊക്കെ എടുത്ത് വെച്ച് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിതാപകരം എന്നേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സംഘികളായതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇയാൾ പറഞ്ഞത് മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഘികൾക്ക് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. കൗപീനം പോലും ഇല്ലാത്ത ആളുകളുടെ അകമ്പടിയോടെ റോഡ് ഷോ നടത്തുന്ന, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സംഘികൾക്ക് ഇതല്ല ഇതിനപ്പുറം പറയാനായിട്ട് പറ്റും. അത്രയൊക്കെ ഇവന്മാരെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്താണ് ബാക്കി ഇനിയുണ്ടാ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. ചന്ദനത്തിലെ കള്ളത്തരം, ആനക്കൊമ്പിൽ കള്ളത്തരം, പിച്ചളപാത്രത്തിൽ കള്ളത്തരം, കുങ്കുമത്തിൽ കള്ളത്തരം. എന്റെ ഇവിടുത്തെ MLA സംസാരിക്കാതെ? കാരണം ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ MLA ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ മത്സര സ്ഥാനാർത്ഥി ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം പറയുമ്പോൾ ചില ആൾക്കാർ പേടിക്കും. അവർ പേടിച്ചോട്ടെ, ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നെ കൊണ്ട് ശബ്ദിപ്പിക്കാതിരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്ന പിടിപ്പെടുത്തലാണ്, ഭയമാണ്. എനിക്ക് അവരോട് ഒന്നേ പറയാനല്ലോ, ഈ തീയിൽ കുരുത്ത ആളാണ് ഞാൻ, വെയിലത്ത് ആടില്ല. ഒരു തികഞ്ഞ മതവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, ഈശ്വര ഭയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഗുണങ്ങളെ ഒന്നും കുറച്ച് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ MLA എന്ന് പറയുന്ന താങ്കളുടെ പെർസ്പെക്റ്റീവിലുള്ള ആ ഒരു മോശം പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. താങ്കൾ അവിടെ ഇരുന്നിട്ട് ദൈവത്തെ സേവിക്കുക, ആ ഒരു അമ്പലത്തിൻ്റെ പടിക്കെട്ടുകളിൽ മാറി മാറിയിരിക്കുക. ഓരോ CCTV ക്യാമറകൾക്ക് ഒപ്പവും താങ്കളുടെ കണ്ണുകളും അങ്ങോട്ട് വർക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഫുള്ള് എല്ലാം നോക്കിയിരിക്കുക. എനിക്ക് തോന്നുന്നു വിശ്വാസി സമൂഹം താങ്കൾക്ക് MLAയെക്കാളിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ മുൻപിൽ ഒരു ഭണ്ഡാരപ്പെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ട് തരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിരുന്നാൽ പോരെ, മുഴുവൻ സമയം അവിടെ ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ബാക്കിയുള്ള ഈ MLA പരിപാടി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാരിച്ച പണി വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും.
താങ്കളുടെ ജീവിതം ഈ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചാൽ എന്താണ്? അതിനുവേണ്ടി ഒത്തിരിയധികം ഉത്തരവാദിത്തമുള്ള ഒരു MLA കുപ്പായൊക്കെ വാങ്ങിച്ചിടേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം മറ്റുള്ള മതങ്ങളെക്കുറിച്ചിട്ടും അവരുടെ അധിനിവേശ സ്വഭാവങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. മറ്റുള്ള മതസ്ഥരും ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പോൾ എവിടെ നിൽക്കുകയായിരുന്നു? ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ പല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഹിന്ദു MLA വിജയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ പൊന്നാനിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. നിലവിലെ MLA P. നന്ദകുമാർ ആയിരുന്നു. ഇതിനു മുൻപ് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും അവിടെ നിന്ന് തന്നെയാണ് ജയിച്ചത്. ഇനിയിപ്പോൾ തവനൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു വോട്ടർമാരും മുസ്ലിം വോട്ടർമാരും ഒക്കെ സമാസമത്തോളമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മുൻപ് ജയിച്ചിട്ടുള്ളതും ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിൽ നിന്നും ഹിന്ദു സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാറുണ്ട്. ഇപ്പോൾ രാമനാഥപുരത്തെ കാര്യം നിങ്ങൾ സംഖ്യകളല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചുകൂടെ? മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണിത് ഈ രാമനാഥപുരം എന്ന് പറയുന്നത്. നിലവിലെ MLA പേരെന്താണ്? കാദർ ഭാഷ മുത്തുരാമലിംഗം, DMK കാരനാണ്. പേരിൽ ഭാഷ ഉണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കുടുംബം തലമുറകളായിട്ട് പുലർത്തുന്ന മതസൗഹാർദ്ദത്തിന്റെ അടയാളമായിട്ടൊക്കെയാണ് ആ പേരൊക്കെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം വേളാങ്കണ്ണി പള്ളിയും അതേപോലെ തന്നെ നാഗൂർ ദർഗയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് ഹിന്ദു മുസ്ലിം MLA മാറി മാറി വിജയിച്ചിട്ടുണ്ട്. കർണാടകയിലേക്ക് നോക്കിയാലും ഭയങ്കര സൗത്തിലൊക്കെ മുസ്ലിം വോട്ടർമാർ ഏകദേശം 45-50% ഉള്ള മണ്ഡലമാണ്. ഇവിടെ നിന്നും BJPയുടെയും കോൺഗ്രസിൻ്റെയും ഹൈന്ദവ സ്ഥാനാർത്ഥികൾ പലതവണ വിജയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരിടത്തും ഇമാതിരി ഒരു വൃത്തികെട്ട വർത്താനം വേറെ ആരും പറഞ്ഞിട്ടില്ല. ന്യൂസ് മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അവർ അജ്മീറിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിരുന്നു. ലോകപ്രശസ്തമായിട്ടുള്ള അജ്മീർ ദർഗ സ്ഥിതി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ അജ്മീർ നോർത്ത്, സൗത്ത് 2003 മുതൽ വിജയിക്കുന്നത് BJPയുടെ ഹിന്ദു MLA മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇവിടെ BJP മതം നോക്കിയിട്ടല്ല വോട്ട് ചോദിക്കുന്നത്. അതേപോലെ ബീഹാറിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള കിഷൻഗഞ്ച്, അവിടെയും പല മണ്ഡലങ്ങളിലും BJP ഹൈന്ദവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ധാരാളം ആളുകൾ വിജയിച്ച് കയറുകയും ചെയ്യുന്നുണ്ട്. ത്രിപുര അടുത്തിടെ നടന്ന ബോക്സാ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ നിന്നും BJPയുടെ ഹൈന്ദവ സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ ഗുരുവായൂരിൽ കുടിവെള്ളം ഇതാണ് അവസ്ഥ. എൻ്റെ ഇവിടുത്തെ MLA എന്തു പറയാനുണ്ട്? VD സതീശൻ എന്തു പറയാനുണ്ട്? പിണറായി വിജയൻ എന്തു പറയാനുണ്ട്? ഗോപാലകൃഷ്ണനെ തെറി പറയുമ്പോൾ ഇതിന് മറുപടി പറയണം. കുടിവെള്ളമില്ല. നമസ്കാരം. ഈ ഗോപാലകൃഷ്ണൻ മതപരമായ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. പക്ഷെ B. ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ ഉയർത്തിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ ഗുരുവായൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നമാണ്. നഗരസഭയിൽ ഏതെങ്കിലും ഈ നഗരത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നഗരത്തിലെ ഒരു വീട്ടിൽ നിന്ന് ഇവിടുത്തെ മുൻ MLAക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഇടതു വലത് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിണറ്റിൽ നിന്ന് കോരി കുടിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു കിണറ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന വെള്ളമാണിത്. ഒരു കിണറ്റിലെ വെള്ളമാണ്. ഇങ്ങനെ ഈ ക്ഷേത്ര പരിസരത്തെ എല്ലാ കിണറ്റുകളിലെയും സ്ഥിതി ഇതാണ്, മാലിന്യമാണ്. എന്ന് മാത്രമല്ല, ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP അല്ല മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാട്ടിലെ ജനങ്ങൾ ഈ റിപ്പോർട്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് കിണർ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ ബാക്ടീരിയയാണ് ഫുള്ള്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രം നിൽക്കുന്ന ഈ ഗുരുവായൂരിൽ കുടിവെള്ളം ഇതാണ് അവസ്ഥ. കുടിവെള്ള പ്രശ്നവും അമ്പലവുമായിട്ട് എന്താണ് ബന്ധം? നാട്ടിൽ കുടിവെള്ളം മോശമാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഉൾപ്പെടില്ലേ? അപ്പോൾ ആ ഒരു കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരെയും ബാധിക്കുന്ന ഒരു സംഗതിയാവുന്ന സമയത്ത് അവിടെ എന്തിനാണ് ഈ ഗുരുവായൂരപ്പനെ പിടിച്ചിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ല, ഇനിയിപ്പോൾ ഗുരുവായൂർ അമ്പലം അവിടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ആൾക്കാരും അന്യമതസ്ഥന്മാരെല്ലാം കൂടെ മോശം വെള്ളം കുടിച്ചേക്കാമെന്ന് തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ തുടർന്ന് ജീവിക്കുന്നതാണോ? അത് ആ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടത് മതം കലർത്തിയിട്ടല്ല. മേ ബി ചിലപ്പോൾ സംഖ്യകളുടെ വീട്ടിലെ കിണറായിരിക്കും, ഇറങ്ങി തേകണം. അവിടെയുള്ള കുറേയധികം ആളുകൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ വീട്ടിലൊന്നും ഇത്ര വലിയ പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിന്നിട്ടല്ല. കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. താങ്കളൊരു അഡ്വക്കേറ്റ് അല്ലേ, കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും അവിടെ മതം അല്ലെങ്കിൽ ദൈവം അതൊന്നും വെച്ചിട്ട് അതിനെ ഒന്ന് ഉപയോഗിച്ചിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പോരുത് എന്നുള്ളത്. താങ്കൾക്ക് വേറെ ഒന്നും വെച്ചിട്ട് വോട്ട് പിടിക്കാനായിട്ടുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട്
താങ്കൾ ഈ പറയുന്ന പരിപാടിയൊക്കെ വെച്ചിട്ട് ഉടായി പറക്കുന്നതാണെന്നുള്ളത് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കി കൊടുത്തതിന് നന്ദി. കേരളത്തിലും ഇന്ത്യയിൽ ആകമാനവും രാഷ്ട്രീയ പാർട്ടികളും മതവും ഒക്കെ നല്ല രീതിയിൽ ബൈ ബന്ധമൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിനെയൊക്കെ നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ വിശ്വാസി സമൂഹങ്ങൾക്ക് ഓരോ മതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ പാർട്ടിയോട് കാര്യമായിട്ടുള്ള ചായ്വൊക്കെ നമ്മൾ ഇക്കാലം വരെയൊക്കെ കണ്ടിരുന്നു. കേരളത്തിലൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം നമുക്കത് ചിലയിടങ്ങളിൽ കാണാൻ പറ്റും. ക്രിസംഖികൾ എന്ന് പറയുന്ന ഒരു വർഗ്ഗം അവരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടൊക്കെ സംഘിപക്ഷത്തിലേക്കൊക്കെ കൂറുമാറിയിട്ടുള്ള ആളുകളാണ്. എന്നാലും ഇവരൊന്നും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനൊന്നും നോക്കിക്കാണാനായിട്ട് ഇറങ്ങിച്ചെല്ലാറില്ല. അവിടെയാണ് ഈ ലൈസൻസ് കിട്ടിയതുപോലെ സംഘികൾ അവരുടെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ആയതുകൊണ്ട് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ഇടങ്ങളിൽ നമ്മുടെ ആളുകളെ തിരഞ്ഞെടുക്കണം. അതെന്തിനാണ്? അമ്പലം കൊള്ളക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുക്കണം. ഹിന്ദു ആയതുകൊണ്ട് നിങ്ങളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് ഉറപ്പാണുള്ളത്? ഇപ്പോൾ ശബരിമലയിലെ സ്വർണം കെട്ടുകൊണ്ടുപോയി. സ്വർണം കെട്ടവൻ ആരാണ്? സഖാക്കളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ എല്ലാവരും നിരീശ്വരവാദികളായിരുന്നു? അല്ല, ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ഒന്നാന്തരം നല്ല ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. കണ്ഠരര് രാജീവര് അദ്ദേഹം എന്നാ മോശം വ്യക്തിയാണോ? അദ്ദേഹം നല്ലൊരു തികഞ്ഞ ഹിന്ദു തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എ പത്മകുമാർ, കെ പി ശങ്കർദാസ്, എൻ വിജയകുമാർ, എൻ വാസു, കെ എസ് ബൈജു, മുരാരി ബാബു, ഡി സുധീഷ് കുമാർ, എസ് ശ്രീകുമാർ, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, അങ്ങനെയുള്ള ഒത്തിരിയധികം ആളുകൾ ഈ ഒരു കേസിലൊക്കെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിലൊന്നും വേറൊരു അന്യമതസ്ഥന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്വർണം കെട്ടവനും ദൈവത്തെ ആകെ മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നതിനകത്തുമൊക്കെ ഒരു ഹിന്ദു ഭൂരിപക്ഷമല്ല, ഹിന്ദു മുഴുവനായിട്ട് ഉള്ള സമയത്ത് തന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അയ്യപ്പനുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അയ്യപ്പൻ്റെ അടുത്ത ആളായിട്ടുള്ള തന്ത്രി പോലും കേസിൻ്റെ ഭാഗമായി. അപ്പോഴാണ് വെറും ഒരു ഹിന്ദു ആയിട്ടുള്ള തന്നെ ഗുരുവായൂരമ്പലം ഏൽപ്പിക്കാൻ വേണ്ടി ആളുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ചില്ലറ ആഗ്രഹമൊന്നുമല്ലല്ലോ.